നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂട്ട്സ്, നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കമ്പമെട്ടിൽ തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ ഷെഡ് സ്ഥാപിച്ചത് തമിഴ്നാട് റവന്യൂ മന്ത്രി RP ഉദയകുമാർ സന്ദർശിച്ചു. കേരളവുമായുള്ള നല്ല ബന്ധം നിലനിർത്തുമെന്ന് മന്ത്രി. മലയാള സിനിമയിലെ മുഴുവൻ നടീനടന്മാരുടെയും സ്വത്തുവിവരം അന്വേഷിക്കണമെന്ന് PC ജോർജ് MLA. മലയാള സിനിമയിൽ ആരാണ് വിശുദ്ധരായുള്ളതെന്നും PC ജോർജ്. മൂന്നാർ ആനയിറങ്കലിൽ വീണ്ടും കാട്ടാന ആക്രമണം. റേഷൻ കടയും വാഹനവും കാട്ടാന അടിച്ചു തകർത്തു. ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ കായികമേള ആരംഭിച്ചു. ജില്ലാ മൌണ്ടൈൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 6-ാം തീയതി ചേറ്റുകുഴിയിൽ. വാർത്തകൾ വിശദമായി. കമ്പമെട്ടിൽ തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ ഷെഡ് സ്ഥാപിച്ചത് തമിഴ്നാട് റവന്യൂ മന്ത്രി RP ഉദയകുമാർ സന്ദർശിച്ചു. കേരളവുമായുള്ള നല്ല ബന്ധം നിലനിർത്തുമെന്ന് മന്ത്രി ഉദയകുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതിർത്തി തർക്കം നിലനിൽക്കുന്ന കമ്പമെട്ടിൽ ഇന്നലെയാണ് തമിഴ്നാട് പോലീസ് എയ്ഡ് പോസ്റ്റിനായി കണ്ടെയ്നർ ഷെഡ് സ്ഥാപിച്ചത്. അതിർത്തി മേഖലയിലെ തർക്കപ്രദേശത്തോട് ചേർന്നാണ് തകര ഷെഡ് സ്ഥാപിച്ചിരിക്കുന്നത്. മുൻപ് തമിഴ്നാടിന്റെ എതിർപ്പിനെ തുടർന്ന് കേരളത്തിന്റെ കണ്ടെയ്നർ ചെക്ക് പോസ്റ്റ് ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. ഈ വിവാദം നിലനിൽക്കുന്നതിനിടയിലാണ് തമിഴ്നാട് അപ്രതീക്ഷിതമായി കണ്ടെയ്നർ ഷെഡ് സ്ഥാപിച്ചത്. ചെക്ക് പോസ്റ്റിന്റെ ഉദ്ഘാടനത്തിനായി തമിഴ്നാട് റവന്യൂ മന്ത്രി RP ഉദയകുമാർ കമ്പമെട്ടിലെത്തി. എന്നാൽ വിവാദമുയർന്ന സാഹചര്യത്തിൽ ചെക്ക് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്യാതെയാണ് മന്ത്രി മടങ്ങിയത്. കേരളവുമായി നല്ല ബന്ധം നിലനിർത്താനാണ് തമിഴ്നാട് ശ്രമിക്കുന്നതെന്ന് മന്ത്രി RP ഉദയകുമാർ പറഞ്ഞു. இங்கே ஒரு ஆய்வு பணிக்காக நாங்கள் வருகை தந்திருக்கின்றோம். கேரள மாநிலத்தினுடைய சார்பிலே புதிதாக கலால் துறையினுடைய சார்பிலே அவர்கள் வைத்திருந்த அந்த கண்டெய்னரில் அதனால் ஏற்பட்டிருக்கிற அந்த ஆய்வு பணிகள் அவர்கள் கேரள மாநிலத்திலிருந்து மேற்கொண்டிருக்கிற ஆய்வு பணியை தொடர்ந்து தமிழக அரசின் சார்பிலே மாவட்ட ஆட்சித்தலைவர் அவர்கள் தொடர்ந்து அதற்கான ஆய்வுகளை மேற்கொண்டிருக்கிறார்கள். தற்போது நாங்களும் நேரடியாக ஆய்வு செய்வதற்காக இங்கே வருகை தந்திருக்கிறோம். வந்து இங்கே இருக்கக்கூடிய நிலையெல்லாம் ஆய்வு செய்திருக்கிறோம். இதை நாங்கள் மேலிடத்தில் எடுத்து சென்று தொடர்ந்து ஆய்வு செய்து இப்போது நிலவுகிற அந்த நல்லுறவு தொடர்ந்து கேரள மாநிலத்திற்கும் தமிழக அரசுக்கும் நல்லுறவு தொடர வேண்டும் என்று மாண்புமிகு தமிழ்நாடு முதலமைச்சர் மாண்புமிகு அண்ணன் எடப்பாடியார் அவர்களும் இங்கே எங்களை எல்லாம் அனுப்பி வைத்திருக்கின்றார்கள். அவருடைய ஆணை பெற்று நாங்கள் வருகை தந்திருக்கிறோம். മന്ത്രിക്കൊപ്പം ആണ്ടിപ്പട്ടി MLA തങ്കത്തമിഴ് സെൽവൻ, തേനി കളക്ടർ വെങ്കടാചലം, SP ഭാസ്കരൻ എന്നിവരുമുണ്ടായിരുന്നു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് ക്യാമ്പ് ചെയ്യുന്നത്. മലയാള സിനിമയിലെ മുഴുവൻ നടീനടന്മാരുടെ സ്വത്തുവിവരം അന്വേഷിക്കണമെന്ന് PC ജോർജ് MLA. മലയാള സിനിമയിൽ ആരാണ് വിശുദ്ധരായുള്ളതെന്ന് ദിലീപിനെ അധിക്ഷേപിക്കുന്നവർ വ്യക്തമാക്കണമെന്നും PC ജോർജ് പറഞ്ഞു. ദിലീപിന് അനുകൂലമായ നിലപാട് PC ജോർജ് ആവർത്തിച്ചു. ദിലീപ് തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇപ്പോൾ ദിലീപിനെതിരെ തെളിവില്ല. പൾസർ സുനി മുമ്പും നടിമാരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അത് ദിലീപ് പറഞ്ഞിട്ടാണോ എന്നും PC ജോർജ് ചോദിച്ചു. കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കുറ്റം ചെയ്തതിന് ഒരു തെളിവ് ഇതുവരെ ഇല്ല. അതാണ് പ്രശ്നം. ദിലീപ് കുറ്റം എന്താ? ഈ വൃത്തികെട്ടവരുമായി ഗൂഢാലോചന നടത്തി ചെയ്യിച്ചു. ഞാൻ ചോദിക്കുന്നത്, എങ്കിൽ ഇതിനു മുമ്പ് ഈ വൃത്തികെട്ടവൻ 2 സിനിമാടിമാരെ ഈ പരിപാടിയായിട്ട് പോയത് ആരുടെ ഗൂഢാലോചന എന്ന് പോലീസ് പറയണ്ടേ? മലയാള സിനിമയിൽ ആരാണ് വിശുദ്ധരായുള്ളതെന്ന് ദിലീപിനെ വിമർശിക്കുന്നവർ പറയണം. എല്ലാം നടീനടന്മാരുടെയും സ്വത്തുവിവരം അന്വേഷിക്കണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടു. സിനിമാ ഫീൽഡ് കലാകാരന്മാരുടെ ഫീൽഡാണ്. അവിടെ ആരാ പരിശുദ്ധനുള്ളത്, ആരാ പരിശുദ്ധ, നമ്മൾ ചർച്ച ചെയ്യട്ടെ. അത് ലോല ഹൃദയരെ അവരവരുടെ ജീവിതമാണ്, കലാജീവിതമാണ്. നമ്മളിൽ ഇടപെടാൻ പോകണ്ട. അയാളുടെ കള്ളപ്പണം കൊണ്ട് പിടിച്ചെടുക്കണം, യാതൊരു സംശയമില്ല. പക്ഷെ അയാളുടെ മാത്രം കള്ളപ്പണം പിടിച്ചെടുത്താൽ മതിയോ? ഇവിടെ മോഹൻലാൽ അഭിനയിച്ചിട്ടില്ലേ? മോഹൻലാലുണ്ട്, മമ്മൂട്ടിയുണ്ട്, മഞ്ജു വാര്യരുണ്ട്, എത്ര നടിമാരുണ്ട്. മുഴുവൻ സിനിമാ ലോകത്തെ നടീനടന്മാരുടെയും സാമ്പത്തിക സ്വാതന്ത്ര്യം ഇപ്പോഴത്തെ സാമ്പത്തിക നിലയിൽ നോക്കി കള്ളപ്പണം ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കാൻ ഗവൺമെന്റ് തന്റെ ഇടം കാണിക്കും പിണറായി വിജയൻ. പൾസർ സുനി വർഷങ്ങളോളം നടൻ മുകേഷിന്റെ ഡ്രൈവറായിരുന്നു. എന്നിട്ടും മുകേഷിനെ ചോദ്യം ചെയ്തിട്ടില്ല. മുകേഷിനെ അറസ്റ്റ് ചെയ്യണമെന്നും
PC ജോർജ് പറഞ്ഞു. മുകേഷിനെ എന്തുകൊണ്ട് പോലീസ് കൊത്തിവശം ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നില്ല അറിയണം. ഇവിടെ ദിലീപാണ് കുറ്റക്കാരൻ. ശരി, ആ രണ്ട് ഡ്രൈവർമാരാണല്ലോ മുകേഷ് MLA എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല അറിയണ്ടേ? തന്റെ മകനും ദിലീപുമായി ബിസിനസ് ബന്ധമുണ്ടെന്നത് വ്യാജ പ്രചരണമാണ്. മകൻ തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണമെന്നാണ് തന്റെ നിലപാടെന്നും PC ജോർജ് പറഞ്ഞു. മൂന്നാർ ആനയിറങ്കലിൽ വീണ്ടും കാട്ടാന ആക്രമണം. റേഷൻ കടയും നിർത്തിയിട്ടിരുന്ന വാഹനവും കാട്ടാന അടിച്ചു തകർത്തു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആനയിറങ്കലിൽ ദേശീയപാത ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 3 മണിയോടെയാണ് കാട്ടുകൊമ്പൻ ആനയിറങ്ങൻ എസ്റ്റേറ്റ് ലയത്തിൽ എത്തിയത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന റേഷൻ കട തകർക്കാൻ ശ്രമം നടത്തുകയും തുടർന്ന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനം അടിച്ചു തകർക്കുകയുമായിരുന്നു. KSRTC ജീവനക്കാരനായ രാജേഷിന്റെ കാറാണ് തകർത്തത്. കൂടാതെ സമീപത്തുള്ള പെട്ടിക്കടയും കാട്ടാന തകർത്തു. തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ലയത്തിലെത്തി നാശം വിതച്ച കാട്ടാനയെ പുരുഷന്മാരുടെ നേതൃത്വത്തിൽ പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും തുരത്തുകയായിരുന്നു. തുടർന്നാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 7:30 മുതൽ ദേശീയപാത ഉപരോധിച്ചത്. കാട്ടുകൊമ്പന്റെ ശല്യം അവസാനിപ്പിക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി. പിടിക്കാൻ വന്ന ആണിനെ ചുമ്മാ വെറുതെ ആണിനെ ഇവർ അങ്ങോട്ട് ഓടിച്ച് ഇങ്ങോട്ട് ഓടിച്ച് അത് ഉപദ്രവിച്ചിട്ട് ലാസ്റ്റിലെ ഇവിടെ വന്ന് ഈ ആണ ഇവിടെ ഞങ്ങളെ ജീവിക്കാൻ ഇവിടെ സമ്മതിക്കത്തിലാണ്. ഭയങ്കര പാടാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം വേണം. ഇവിടെ ഈ റേഷൻ കട അപ്പുറം ഇപ്പുറം പൊളിച്ചിട്ട് കല്ലുകെട്ട് ഉള്ളത് കൊണ്ട് അത് പൊളിയാൻ സാധിച്ചില്ല. അത് കാരണം കൊണ്ട് അടുത്ത് നിന്ന വണ്ടിയും മുട്ടി, അതും വണ്ടിയും പൊളിച്ചിട്ട് അന്നേരം തന്നെ ഒച്ച കേട്ടിട്ട് ആൾക്കാരൊക്കെ എണിച്ച് വന്നിട്ട് ഒച്ചയിട്ടു. എന്നിട്ട് ഒരു മണിക്കൂർ ശേഷം ആന പോയില്ല. எங்க உயிருக்கு உத்தரவாதம் வேணும், எங்க ஆளுகளுக்கு பாதுகாப்பு வேணும். அதனால மேலதிகாரிகள் வந்து ஒரு நல்ல ஒரு முடிவு சொல்லாம நாங்க இந்த സമരത്തിൽ இருந்து പിന്മാറ മാட்டோம். മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ചിന്നക്കനാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ശാന്തൻപാറ പോലീസും സ്ഥലത്തെത്തി. തുടർന്ന് DFOയുമായി സംസാരിക്കുകയും 10 ദിവസത്തേക്ക് ഇവിടെ 2 വാച്ചർമാരെ നിയമിക്കുകയും കുങ്കിയാനകളെ എത്തിച്ച് കാട്ടാനയെ പിടികൂടുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് തൊഴിലാളികൾ സമരത്തിൽ നിന്നും പിന്മാറിയത്. ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ കായികമേള ആരംഭിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന മേള കട്ടപ്പന സരസ്വതി വിദ്യാപീഠം സ്കൂൾ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ഇടുക്കി ജില്ലയിലെ 15 വിദ്യാലയങ്ങളിലെ 400ഓളം കായിക താരങ്ങളാണ് മത്സരത്തിൽ മാറ്റൊരുക്കുന്നത്. നഗരസഭാ കൌൺസിലർ PR രമേശ് കായികമേള ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് സ്വാഗത സംഘം ചെയർമാൻ ശ്രീനഗർ രാജൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നാളെ രാവിലെ 9:30 മുതൽ ഗെയിംസ് മത്സരങ്ങൾ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ജില്ലാ മൌണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 6-ാം തീയതി ചേറ്റുകുഴിയിൽ നടക്കും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മത്സരങ്ങൾ ഉണ്ടായിരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൗലോസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി റെജി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേരള സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് N. രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. ഓഗസ്റ്റ് 12, 13 തീയതികളിൽ ചേറ്റുകുഴിയിൽ നടത്തുന്ന സംസ്ഥാന മൌണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട ഇടുക്കി ജില്ലാ ടീമിനെ ഈ മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, സൈക്കിൾ, സ്പോർട്സ് കിറ്റ് എന്നിവയുമായി 6-ാം തീയതി രാവിലെ 8 മണിക്ക് ചേറ്റുകുഴിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ സെക്രട്ടറി AP മുഹമ്മദ് ബഷീർ അറിയിച്ചു. അനധികൃത വിദേശമദ്യവുമായി 2 പേരെ രാജാക്കാട് പോലീസ് പിടികൂടി. കൊന്നത്തടി, കൊമ്പടിഞ്ഞാൽ സ്വദേശികളായ ബിജു ജോൺ, എബി എന്നിവരാണ് പിടിയിലായത്. ഓണക്കാലം ലക്ഷ്യം വെച്ച് ഉൾഗ്രാമങ്ങളിലടക്കം അനധികൃത മദ്യവിൽപ്പന സജീവമായിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഹൈറേഞ്ച് മേഖലയിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന കർശനമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജാക്കാട് SI PD അനൂപ് മോന്റെ നേതൃത്വത്തിലുള്ള സംഘം രാജാക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് മാരുതി വാനിൽ കടത്തുവാൻ ശ്രമിച്ച 30 ലിറ്റർ വിദേശ മദ്യം കണ്ടെടുത്തത്. പ്രതികളായ കൊന്നത്തടി, കൊമ്പടിഞ്ഞാൽ സ്വദേശികളായ കോളാക്കുന്നേൽ ബിജു ജോൺ, പൂന്തുറയിൽ എബി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
മറ്റുമുതൽ മദ്യം സ്വീകരിച്ച് റീറ്റെയിലായിട്ട് വിൽപ്പന നടത്തുന്നുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അവരുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ ഡിവിഷൻ സ്റ്റാഫ് സാറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സ്ക്വാഡുണ്ടാക്കി അടിമാലി CA അവരുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സ്ക്വാഡുണ്ടാക്കി പ്രത്യേക അംഗങ്ങളെ തെരഞ്ഞെടുത്തതിനു വേണ്ടി പ്രത്യേകം വിവരങ്ങൾ ശേഖരിച്ചാണ് ഇത്തരം കേസുകൾ കണ്ടെടുത്തത്. ബിജു ജോണിനെ മുമ്പ് 20 ലിറ്റർ വിദേശ മദ്യവുമായി തങ്കമണി എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഇതിന്റെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷമാണ് വീണ്ടും മദ്യവുമായി ഇയാൾ പിടിയിലാകുന്നത്. രാജാക്കാട് SI PD അനൂപ് മോൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബോബി തോമസ്, CPO KE ഹാജിറ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. എസ്റ്റേറ്റ് മേഖലയിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി കാന്തല്ലൂരിലെ കർഷകർ തടഞ്ഞു. കാന്തല്ലൂർ പച്ചക്കറിയായി വിൽപ്പന നടത്തുവാൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന ഗുണനിലവാരമില്ലാത്ത പച്ചക്കറിയാണ് കാന്തല്ലൂരിലെ കർഷകർ തടഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി എല്ലപ്പെട്ടി എസ്റ്റേറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളായ ക്യാരറ്റും കാബേജും ഉരുളക്കിഴങ്ങും കാന്തല്ലൂർ പുത്തൂരിലെ കച്ചവടക്കാരനും കർഷകനുമായ ഈശ്വരൻ എന്നയാൾ ലോറിയിൽ കയറ്റിക്കൊണ്ടുവന്ന് VFPCK വിപണന കേന്ദ്രത്തിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തുവാനുള്ള ശ്രമമാണ് കർഷകർ തടഞ്ഞത്. കാന്തല്ലൂരിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഗുണനിലവാരമുള്ളതും എസ്റ്റേറ്റ് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നതും ഗുണനിലവാരമില്ലാത്തതുമാണ്. ഈ സാഹചര്യത്തിൽ കാന്തല്ലൂർ പച്ചക്കറി ബ്രാൻഡിൽ വിറ്റഴിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇതിനെ കാന്തല്ലൂരിലുള്ള പച്ചക്കറിക്ക് മാത്രം വിറ്റഴിക്കാവുന്ന വിപണന കേന്ദ്രമായ VFPCKയിലെ അധികൃതർ ഒത്താശ ചെയ്യുന്നതായും കർഷകർ ആരോപിച്ചു. പക്ഷേ ഇവിടെ ഇറക്കിയിരിക്കുന്ന ക്യാരറ്റും മുട്ടക്കോസും എല്ലപ്പെട്ടി ഭാഗത്തിരുന്ന് വന്ന് ഒരു കർഷകന്റെ പേരിലെയാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. ഇവിടുത്തെ കൃഷിക്കാരെ പാതുകാക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ കൃഷിഭവനും മന്ത്രി ഉൾപ്പെടെ എല്ലാവരും സഹകരിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷെ അട്ടിമറിയായിട്ട് ഡബിൾ ക്യാമ്പ് വിളയാടുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി പാടില്ല. എന്നാൽ എവിടെ നിന്നാണ് പച്ചക്കറി എത്തിയതെന്ന് അറിയില്ല എന്നും വിപണിയിലെ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നത് ഇവിടുത്തെ കർഷകനാണെന്നും അതിനാൽ തന്നെ ഈ പച്ചക്കറികൾ ഇവിടെ തന്നെ വിറ്റഴിക്കാൻ തയ്യാറായതെന്നും VFPCKയിലെ ട്രഷറർ രാമകൃഷ്ണൻ പറഞ്ഞു. എവിടെ നിന്ന് വരുന്നത് എന്തെന്ന് നമുക്കത് അറിയത്തില്ല. ഇവിടെ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് പോവുക. 800 കർഷകരുണ്ട്. അവർ ആരൊന്നും രജിസ്റ്റർ ചെയ്തിട്ട് പോവുക. അവർ വന്നിട്ട് പറയുന്ന പോലെ നമുക്ക്. ഇടുക്കി ജില്ലയ്ക്ക് അഭിമാനമായി ഏലപ്പാറ സ്വദേശി അർജുൻ പാണ്ഡ്യനെ IASന് തിരഞ്ഞെടുത്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ 248 സ്ഥാനമാണ് അർജുൻ കരസ്ഥമാക്കിയത്. കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് നേടിയ 5 പേരിൽ ഒരാളാണ് ഏലപ്പാറ ബോണാമി സ്വദേശി അർജുൻ. ഈ മാസം 28-ന് പരിശീലനത്തിനായി ഉത്തരാഖണ്ഡിലെ മുസോരിയിലേക്ക് അർജുൻ യാത്ര തിരിക്കും. കഴിഞ്ഞ UPSC സിവിൽ സർവീസ് പരീക്ഷാഫലത്തിലാണ് തോട്ടം മേഖലയായ ഏലപ്പാറയ്ക്ക് സ്വപ്നതുല്യമായ നേട്ടം അർജുൻ നേടിക്കൊടുത്തത്. ഇടുക്കി ജില്ലയിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഉയർന്ന വിജയം നേടുന്ന ഏക വ്യക്തിയും അർജുനാണ്. കർഷകനായ പാണ്ഡ്യന്റെയും അംഗനവാടി വർക്കറായ ഉഷാകുമാരിയുടെയും മകനാണ് അർജുൻ. അനൂഷ സഹോദരിയാണ്. കട്ടപ്പന പേഴുംകവലയിൽ DYFIയുടെ കൊടിമരത്തിൽ BJPയുടെ കൊടികെട്ടി. BJP പ്രവർത്തകർ എത്തി കൊടി അഴിച്ചുമാറ്റിയതോടെ സംഘർഷം ഒഴിവായി. കട്ടപ്പന പേഴുങ്കവലയിൽ ഇന്നലെ രാത്രിയിലാണ് DYFIയുടെ കൊടിക്ക് മുകളിലായാണ് BJPയുടെ കൊടി സ്ഥാപിച്ചത്. രാവിലെയാണ് DYFI പ്രവർത്തകർ വിവരമറിഞ്ഞത്. തുടർന്ന് DYFI നേതാക്കളായ KP സുമോദ്, TGM രാജു തുടങ്ങിയവർ സ്ഥലത്തെത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസും പേഴുങ്കവലയിലെത്തി. നാട്ടിലെ എല്ലാ ആളുകൾക്കും സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തിപ്പോകുമ്പോൾ അതിനെ എഴുത്തിക്കാണിക്കാനും കേരളത്തിൽ ആകമാനം അക്രമം സംഘടിപ്പിക്കാനുമുള്ള RSSന്റെയും സംഘപരിവാർ സംഘടനയുടെയും BJPയുടെയും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങേയറ്റം പ്രതിഷേധാത്മകരമായ ഈ നിലപാടിനെ DYFI ശക്തമായി എതിർക്കുകയാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ സമാധാന അന്തരീക്ഷം വെച്ചുപുലർത്തുന്ന ഈ നാട്ടിൽ നമ്മുടെ മതേതരത്വം അല്ലെങ്കിൽ നമ്മുടെ സാഹോദര്യം തകർക്കുന്നതിനു വേണ്ടി ഇപ്പോൾ കുറച്ചു കാലങ്ങളായി BJPയും സംഘപരിവാർ സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടുള്ളത്. വിവരമറിഞ്ഞ് BJP ജില്ലാ സെക്രട്ടറി ഷാജി നെല്ലിപ്പറമ്പനും സംഭവസ്ഥലത്തെത്തി. പോലീസ് ഇരു കൂട്ടരുമായും പ്രശ്നം ചർച്ച ചെയ്തു. തുടർന്ന് ഷാജി നെല്ലിപ്പറമ്പൻ BJPയുടെ കൊടിയഴിച്ച് പോലീസിന് കൈമാറി. കൊടി സ്ഥാപിച്ച സംഭവവുമായി BJPക്ക് ബന്ധമില്ലെന്നും മനഃപൂർവ്വം രാഷ്ട്രീയ പ്രശ്നങ്ങളും സംഘർഷവും സൃഷ്ടിക്കാൻ സാമൂഹ്യവിരുദ്ധർ കൊടികെട്ടിയതാണെന്നും ഷാജി നെല്ലിപ്പറമ്പിൽ പറഞ്ഞു. ഇത്തരത്തിൽ ഇവിടെ ഉള്ള ഇപ്പോൾ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന സംഭവങ്ങളിൽ ഇരു കക്ഷികളിലും പെടാത്തവരും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനായാണ് CPM ഉപയോഗിക്കുന്നത്. അതിൽ ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടി അറിയിക്കുന്നു. ഇതുമായി പാർട്ടിക്കോ പാർട്ടിയുടെ പരിവാർ സംഘടനകൾക്കോ യാതൊരു ബന്ധവുമില്ലാത്തൊരു സംഭവമാണ്. എങ്കിലും അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ പതാക പോലീസിന് അഴിച്ചെടുത്ത് ഞാൻ പോലീസിനെ കൈമാറിയിരിക്കുകയാണ്.
രാഷ്ട്രീയ നേതാക്കളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സംയോജിതമായ ഇടപെടൽ മൂലം രാഷ്ട്രീയ സംഘർഷം ഒഴിവാകുകയായിരുന്നു. കട്ടപ്പന IHRD കോളേജിന് എയ്ഡഡ് പദവി ലഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ്, MSc കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ കോഴ്സുകളാണ് കട്ടപ്പന IHRD കോളേജിൽ ഉള്ളത്. IHRDയുടെ കീഴിൽ കഴിഞ്ഞ 16 വർഷമായി സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കട്ടപ്പന. അത്യാധുനിക ലാബുകൾ, ലൈബ്രറി, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് മുതലായവ ഈ സ്ഥാപനത്തിന്റെ സവിശേഷതകളാണ്. ഉയർന്ന യോഗ്യതയും വർഷങ്ങളുടെ പരിചയസമ്പത്തുമുള്ള അധ്യാപകരാണ് സ്ഥാപനത്തിലുള്ളത്. കഴിഞ്ഞ 16 വർഷത്തിനിടെ ഒട്ടേറെ യൂണിവേഴ്സിറ്റി റാങ്കുകൾ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ വളരെയധികം വിദ്യാർത്ഥികൾ ഇൻഫോസിസ്, TCS, വിപ്രോ മുതലായ പ്രശസ്ത IT സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ജോലി നേടിയിട്ടുമുണ്ട്. സെൽഫ് ഫൈനാൻസിംഗ് സ്ഥാപനമായിരുന്നതിനാൽ SC, ST, OEC ഒഴികെയുള്ള കുട്ടികൾ ഇതുവരെ ഫീസ് അടച്ച് വേണമായിരുന്നു പഠിക്കാൻ. എന്നാൽ ഈ വർഷം മുതൽ സംസ്ഥാന സർക്കാർ IHRD കോളേജുകൾക്ക് എയ്ഡഡ് പദവി അനുവദിച്ചിരിക്കുകയാണ്. ഇനി മുതൽ 1 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ എല്ലാ കുട്ടികൾക്കും ഫീസില്ലാതെ IHRD കോളേജുകളിൽ പഠിക്കാൻ കഴിയും. ഫിനാൻസിംഗ് സ്ഥാപനമായതുകൊണ്ട് ഈ SC, ST, OEC കുട്ടികളൊഴികെ മറ്റുള്ളവർക്കെല്ലാം ഈ ഫീസ് കൊടുത്ത് പഠിക്കണമായിരുന്നു. ഇപ്പോൾ KPCR ആയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ, മുന്നോക്ക പിന്നോക്ക അങ്ങനെയുള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ കുട്ടികൾക്കും 1 ലക്ഷത്തിൽ താഴെയാണ് അവരുടെ വാർഷിക വരുമാനമെങ്കിൽ അവർക്ക് ഫീസൊന്നുമില്ലാതെ വളരെ സൗകര്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന ആ വിവരമാണ് നമ്മൾക്ക് ശരിക്കും ഇവിടുത്തെ പ്രിയമുള്ള നാട്ടുകാരോടും ഇവിടെ റിസൈഡ് ചെയ്യുന്ന മറ്റ് വിദ്യാർത്ഥികളോടും പറയാനുള്ളത്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ് എന്നീ കോഴ്സുകളിൽ ഇനിയും ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അടുത്തയാഴ്ച മുതൽ MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ആൻഡ്രൂ TV, കമ്പ്യൂട്ടർ സയൻസ് മേധാവി ജിസ് ജോർജ്, കോളേജ് സൂപ്രണ്ട് PM ജോസഫ്, PTA പ്രസിഡന്റ് രാജൻ കാലാച്ചിറ എന്നിവർ പങ്കെടുത്തു. കാഞ്ചാർ ബോധി ഗ്രന്ഥശാലയുടെ പ്രഥമ ബോധി സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. കവി KR രാമചന്ദ്രനാണ് ആദ്യ പുരസ്കാരത്തിന് അർഹനായത്. സാഹിത്യ സാംസ്കാരിക രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകൾക്ക് ഈ വർഷം മുതലാണ് ബോധി സാഹിത്യ പുരസ്കാരം നൽകുന്നത്. പ്രഥമ ബോധി സാഹിത്യ പുരസ്കാരം കവി KR രാമചന്ദ്രന് നൽകാനാണ് പുരസ്കാര നിർണയ സമിതി ഐകകണ്ഠേന തീരുമാനിച്ചത്. ഇടുക്കിയുടെ സാംസ്കാരിക മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായ മുതിർന്ന സാംസ്കാരിക പ്രവർത്തകനും കവിയുമാണ് KR രാമചന്ദ്രൻ. കറയറ്റ ഔദ്യോഗിക ജീവിതത്തിൽ ഉന്നത പദവികളിൽ എത്തിയിട്ടുണ്ട്. സാംസ്കാരിക വേദികളിലും കവിയരങ്ങുകളിലും തന്റെ കവിതകൾ സ്വതസിദ്ധമായ ശൈലിയിൽ ചൊല്ലുന്ന KR രാമചന്ദ്രൻ ഇടുക്കിയിലെ കവികൾക്ക് ഗുരുസ്ഥാനീയനാണ്. അപഹാരം, പകലറുതിയിൽ, ഇലമുളച്ചി എന്നീ കവിതാ സമാഹാരങ്ങളും കൊക്കരക്കോ എന്ന ബാലസാഹിത്യ കൃതിയും രചിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സംസ്ഥാന സമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബോധി സാംസ്കാരിക സംഗമത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 2-ാം തീയതി പുരസ്കാരം നൽകും. ആദ്യത്തെ പുരസ്കാരം കവിതയ്ക്കാണ് നൽകുന്നത്. ഇടുക്കി ജില്ലയിലെ കവിതയുടെ മേഖലകളിൽ സമഗ്രമായ സംഭാവനകൾ നൽകിയ ഇടുക്കിയിലെ മുതിർന്ന സാംസ്കാരിക പ്രവർത്തകനും കവിയുമായ KR രാമചന്ദ്രനാണ് ബോധിയുടെ പ്രഥമ സാഹിത്യ പുരസ്കാരം നൽകുന്നത്. സംഗമത്തിൽ വെച്ച് കാഞ്ചിയാർ രാജന്റെ വിശുദ്ധ പശു എന്ന പുസ്തകം പ്രകാശനം ചെയ്യും. വിവിധ മേഖലകളിൽ സംഭാവന നൽകിയവരെ സംഗമത്തിൽ ആദരിക്കും. സെപ്റ്റംബർ മാസം 2-ാം തീയതി നടക്കുന്ന ബോധി ഗ്രന്ഥശാലയുടെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സംഗമത്തിൽ വെച്ചാണ് പുരസ്കാരം സമർപ്പിക്കുന്നത്. ആ സംഗമത്തിൽ വെച്ച് ശ്രീ കാഞ്ചിയാർ രാജൻ അവരുടെ വിശുദ്ധ പശു എന്ന പുസ്തകം പ്രകാശനം ചെയ്യും. വിവിധ മേഖലകളിൽ സംഭാവന നൽകിയ 9 പേരെ സാംസ്കാരിക സംഗമത്തിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. നാടകരംഗത്ത് കാഞ്ചിയാർ മണി, ഗോത്രകലയിൽ VR രാജപ്പൻ, വിൽപ്പാട്ടിൽ KG മാധവൻകുട്ടി, കാർഷികത്തിൽ TT തോമസ് തെക്കേൽ, രാഷ്ട്രീയത്തിൽ VP കുട്ടപ്പൻ നായർ, കണ്ണാടിപ്പായയിൽ തങ്കമ്മ ഗോപാലൻ, കോൽക്കളിയിൽ ഗോപാലൻ ഇലവുങ്കൽ, ക്ഷീരമേഖലയിൽ KA കൃഷ്ണപിള്ള, സംഗീതത്തിൽ ഹൈറേഞ്ച് ഭാസി എന്നിവരെയാണ് ആദരിക്കുന്നത്. കാഞ്ചിയാർ രാജൻ, മോബിൻ മോഹൻ, EJ ജോസഫ് എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. വാർത്താസമ്മേളനത്തിൽ കാഞ്ചിയാർ രാജൻ, മോബിൻ മോഹൻ, EJ ജോസഫ്, ജെയിംസ് P ജോസഫ്, KP സജി, TK രാമചന്ദ്രൻ, KK വിജയൻ, ഷോൺകുമാർ S എന്നിവർ പങ്കെടുത്തു. കാഞ്ചാർ പഞ്ചായത്തിൽ ആരോഗ്യസേനയുടെയും ഹരിതസേനയുടെയും സംയുക്ത യോഗം നടന്നു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ രംഗത്തെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി 16 വാർഡുകളിലും പ്രത്യേകമായ യോഗം വിളിച്ചിരിക്കും. അതിൽ പങ്കെടുത്തവരും ഇനിയും പങ്കെടുക്കേണ്ടവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ സന്നദ്ധരായിരിക്കുന്ന ഒരു വലിയ വിഭാഗം വരുന്ന ആളുകൾ ഇനിയും നമ്മളോടൊപ്പം ചേരണം.
കാഞ്ചിയാർ പ്രൈമറി ഹെൽത്ത് സെന്ററിനെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കുന്നതിന് മുന്നോടിയായാണ് ആരോഗ്യസേനയുടെയും ഹരിതസേനയുടെയും സംയുക്ത യോഗം സംഘടിപ്പിച്ചത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും പരിസ്ഥിതി പ്രവർത്തനങ്ങളും ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ആശുപത്രിയുടെ പ്രവർത്തനം മികച്ച രീതിയിൽ നടത്താനും യോഗം തീരുമാനിച്ചു. കാഞ്ചിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാജേഷ്, JPM കോളേജ് മാനേജർ ഫാദർ ജോബി ചുള്ളിയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്രിട്ടാനിയ കമ്പനിയുടെ ബിസ്ക്കറ്റുകൾ വിൽപ്പന നടത്തില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ അറിയിച്ചു. വിതരണ വ്യാപാരികളെ അകാരണമായി പിരിച്ചുവിട്ട ബ്രിട്ടാനിയ കമ്പനിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. വർഷങ്ങളായി വിതരണ വ്യാപാരം നടത്തിവരുന്ന ഏജൻസികളെ കമ്പനി പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇവരെ പുനഃസ്ഥാപിക്കുന്നതുവരെ നിരോധനം തുടരാനാണ് തീരുമാനം. ആകെ 72 വിതരണക്കാരാണ് ബ്രിട്ടാനിയ കമ്പനിക്ക് കേരളത്തിലുള്ളത്. ഇതിൽ ഭൂരിഭാഗം പേർക്കും കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കമ്പനി സ്റ്റോക്ക് അയക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ടി നസറുദ്ദീൻ കമ്പനി അധികൃതരോട് പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയായില്ല. GST നിലവിൽ വന്ന ശേഷം 13% നികുതി ഇനത്തിൽ ബ്രിട്ടാനിയയ്ക്ക് ലാഭമുണ്ടായെങ്കിലും ഇത് ഉപഭോക്താവിന് നൽകാതെ അടിസ്ഥാന വില കൂട്ടിവിൽക്കുകയാണ് ചെയ്യുന്നത്. 5% ലാഭം മാത്രമാണ് വർഷങ്ങളായി കമ്പനി വിതരണക്കാർക്ക് നൽകുന്നത്. ഇത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും കമ്പനി പരിഗണിച്ചിട്ടില്ല. ഇതുമൂലം യൂണിറ്റ് തലത്തിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും സർക്കുലർ നൽകി ബ്രിട്ടാനിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിർത്തിവെക്കാനാണ് തീരുമാനം. ആ 13% ഉപഭോക്താവിന് കൊടുക്കണമെന്നാണ് വ്യാപാരികളും ഡിസ്ട്രിബ്യൂട്ടറും പറയുന്നത്. അതുപോലെ നിസ്സാര 5% മാത്രമാണ് കമ്മീഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്നത്. അതിൻ്റെ പേരിൽ 1% കൂടെ കൂട്ടിത്തരണം. ഈ 13% നിങ്ങൾക്ക് ലാഭമുണ്ടായപ്പോൾ 1% കൂടെ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് ലാഭമായി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം ഈ ഡിസ്ട്രിബ്യൂട്ടർമാരെല്ലാം ഒരു ചെറിയ സമരത്തിലേക്ക് വന്നിരുന്നു. ആ സമരം അവർ അംഗീകരിച്ചില്ല. ആ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് ഈ 13 ഡിസ്ട്രിബ്യൂട്ടർമാരെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് അവരെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ കുത്തകയായിട്ടുള്ള വലിയ ഏജൻസികൾക്ക് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 13 ആളുകളെ ഈ ഡിസ്ട്രിബ്യൂട്ടർമാരെ തിരിച്ചെടുക്കുന്നതുവരെ കേരളത്തിൽ ബ്രിട്ടാനിയ ഉൽപ്പന്നങ്ങൾ ഒരു കടകളിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതല്ല എന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. സമരം തീരുന്നതുവരെ കേരളത്തിലെ ഒരു വ്യാപാര സ്ഥാപനങ്ങളും ബ്രിട്ടാനിയ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യില്ല. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KP ഹസൻ, ജോബി ജോസഫ്, ജെയിംസ് മാത്യു, സിജോമോൻ ജോസ്, സലീം PS, ബെന്നി K മാത്യു എന്നിവർ പങ്കെടുത്തു. ജനസേവന കേന്ദ്രം കട്ടപ്പന മുനിസിപ്പാലിറ്റി സെന്റർ വെള്ളയാങ്കുടിയിൽ പ്രവർത്തനം തുടങ്ങി. വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ ജനസേവന കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. കേരളത്തിലെ സാധാരണക്കാർക്ക് സഹായകരമാകുന്ന രീതിയിൽ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, RTO ഓഫീസ്, മറ്റ് സർക്കാർ ഓഫീസുകൾ തുടങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് വരെ ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകളും ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാകുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ സർവീസ് രജിസ്ട്രേഷൻ, കേരള സർക്കാർ ചാരിറ്റബിൾ രജിസ്ട്രേഷൻ, ഇന്ത്യൻ ട്രേഡ് മാർക്ക് സർട്ടിഫിക്കേഷൻ തുടങ്ങിയ രജിസ്ട്രേഷനുകൾ ലഭിച്ചിട്ടുള്ള ജനസേവന കേന്ദ്രത്തിന് കേരളത്തിൽ 1800-ലധികം സെന്ററുകളാണുള്ളത്. ഇതിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ അനുവദിച്ചിട്ടുള്ള ജനസേവന കേന്ദ്രം കട്ടപ്പന മുനിസിപ്പാലിറ്റി സെന്റർ വെള്ളയാങ്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കട്ടപ്പന നഗരസഭാ കൌൺസിലർ PR രമേശ് ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ വില്ലേജിലോ താലൂക്കിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട് ഒത്തിരി സമയവും ദിവസം ഒരു മെനക്കെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ വെൽക്കമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് വെള്ളാങ്കുടി പോലെ ചെറിയ മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഭദ്രദീപം തെളിച്ചു. മുനിസിപ്പൽ കൌൺസിലർ റെജിന തോമസ്, ഷാജി തറക്കുന്നേൽ, രമേശ് കല്ലറയ്ക്കൽ, ജില്ലാ മാനേജർ സുഗുണൻ, റീജിയണൽ മാനേജർ PK ജയൻ, ഡിവിഷണൽ മാനേജർ അർജുൻ ശിവരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചാർ ലെബക്കട് JPM കോളേജിൽ ഫൈൻ ട്യൂൺ യുവർ ഇംഗ്ലീഷ് എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള പ്രദർശനം സംഘടിപ്പിച്ചു. കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ഡോക്ടർ മാത്യു ജോസഫാണ് പുസ്തകത്തിന്റെ രചയിതാവ്. ലെബക്കട JPM കോളേജിലെ BA ഇംഗ്ലീഷ് 2ാം വർഷ വിദ്യാർത്ഥികളാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ഡോക്ടർ മാത്യു ജോസഫ് രചിച്ച ഫൈൻ ട്യൂഷൻ യുവർ ഇംഗ്ലീഷ് എന്ന പുസ്തകം MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BA ഇംഗ്ലീഷ് 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമായി തെരഞ്ഞെടുത്തിരുന്നു. ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികൾ പ്രദർശനം സംഘടിപ്പിച്ചത്. ഇത് ഫസ്റ്റ് ഇയറിന്റെ പുതിയ സിലബസായ ഫൈൻ ട്യൂൺ യുവർ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പേപ്പർ, ആ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു എക്സിബിഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗ്രാമറിന്റെ ബേസ്, അതിന്റെ ഡിഫറെന്റ് പാർട്സുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഫൈൻ ട്യൂൺസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് നമ്മളിവിടെ പഠിപ്പിക്കുന്ന ഒരു സാറ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ഡോക്ടർ മാത്യു ജോസഫ്. ആ സാറിന് ഞങ്ങൾ നല്ലൊരു നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ.
ഇംഗ്ലീഷിന്റെ ഗ്രാമർ അടിസ്ഥാനമാക്കിയുള്ള വിവിധ വശങ്ങൾ പ്രതിപാദിക്കുന്ന പ്രദർശനമാണ് സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്ന് കുട്ടികൾ പ്രദർശനം കാണാനായി എത്തുന്നുണ്ട്. ഇവർക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനായി വിപുലമായ പരിപാടികളാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത്. പരിപാടികളുടെ നടത്തിപ്പിനായി പഞ്ചായത്ത് ടൗൺ ഹാളിൽ ആലോചനാ യോഗം ചേർന്നു. മുൻ വർഷങ്ങളിലെ പോലെ ജനകീയ പങ്കാളിത്തത്തോടെ വിപുലമായ രീതിയിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനാണ് പദ്ധതിയൊരുക്കുന്നത്. നെടുങ്കണ്ടത്തെ വിവിധ സ്കൂളുകൾ, കോളേജുകൾ, സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ, വ്യാപാരികൾ, NCC, സ്റ്റുഡന്റ് പോലീസ്, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ ടൗണിൽ വിപുലമായ റാലി നടത്തും. സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ 10-ന് സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കുന്ന റാലി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് പുരസ്കാരങ്ങൾ നൽകും. ദിനാഘോഷത്തിന് മുന്നോടിയായി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ 14-ാം തീയതി ടൗണും പരിസര പ്രദേശങ്ങളും ശുചീകരിക്കും. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ജ്ഞാനസുന്ദരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാണി തോമസ്, അംഗങ്ങളായ ഷിഹാബുദ്ദീൻ യൂസഫ്, ആലീസ് തോമസ്, LC മാത്യു, അജിത ഷിബു, അർബൻ ബാങ്ക് പ്രസിഡന്റ് MN ഗോപി, വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഡയാലിസിസ് ചികിത്സ നടത്തുന്ന രോഗികൾക്കുള്ള ധനസഹായ വിതരണം നടന്നു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദിരം ശശികുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ച രോഗികൾക്ക് ധനസഹായം നൽകി വരുന്നത്. ഓരോ രോഗിക്കും വർഷം തോറും 54,000 രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്തിന് തന്നെ മാതൃകാപരമായ പദ്ധതിയാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. കഴിഞ്ഞ വർഷം 32 രോഗികൾക്കായി 14 ലക്ഷത്തോളം രൂപ വിതരണം ചെയ്തു. ഇത്തവണ 15 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി മാറ്റിവച്ചിരിക്കുന്നത്. ഡയാലിസിസിനുണ്ടാകുന്ന ഭാരിച്ച ചെലവുകൾക്ക് ഒരു കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹായധനം നൽകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അർഹതപ്പെട്ടവരെ കണ്ടെത്തിയാണ് തുക നൽകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി വിൽസൺ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തെക്കേൽ, KK കുഞ്ഞുമോൻ, റെജി പനച്ചിക്കൽ, സിന്ധു രഘു, രാധാമണി പുഷ്പജൻ, ജൂബി അജി, ലീന ജേക്കബ്, പാമ്പാടമ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ വാസയോഗ്യമായ വീടില്ലാത്തവർ മുൻഗണനാ പട്ടികയിൽ നിന്നും പുറത്തായതായി പരാതി. വീടില്ലാത്ത 100 കണക്കിന് ആളുകളാണ് അന്തിമ പട്ടികയിൽ നിന്നും പുറത്തായത്. സ്വന്തമായി വീടില്ലാത്ത നിരവധി ആളുകളാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിൽ മുൻഗണനാ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് ലഭിക്കുവാൻ അർഹരായവരുടെ പട്ടികയിൽ നിന്നും പുറത്തായവരിൽ വൃദ്ധരും വാസയോഗ്യമായ വീടില്ലാത്തവരും നിരാലംബരുമായ ഒട്ടേറെ ആളുകളാണുള്ളത്. പ്രായമായ 2 പേര് താമസിക്കുന്നതാണ്. പെമകളെ ഉള്ളായിരുന്നു, അവരെ കെട്ടിച്ച് വിട്ടിട്ട് വീട് വെക്കാൻ ഞങ്ങൾക്ക് ഇപ്പം യാതൊരു നിവൃത്തിയില്ല. മേൽക്കൂരി എല്ലാം ചെതിലെടുത്ത് പോയതാണ്. മഴയും പെയ്യുന്നുണ്ട്, മൊത്തം പൊളിഞ്ഞു ചെതിലും കയറി മൊത്തം പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വീട് തരണമെന്ന് സർവേ എടുത്ത് ആരാണെന്നും അവരെ കണ്ടെത്തി അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുന്നതോടൊപ്പം അർഹരായ എല്ലാ വീട്ടുകാർക്കും എല്ലാ ആൾക്കാർക്കും വീട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തണം. ഗ്രാമസഭ തയ്യാറാക്കിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നവർ ആരും തന്നെയും ലൈഫ് മിഷൻ പദ്ധതിയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. പട്ടിക തയ്യാറാക്കിയതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഇവർ ആരോപിച്ചു. ഗ്രാമസഭയോ വാർഡ് മെമ്പറോ അറിയാതെ തയ്യാറാക്കിയ പട്ടികയിൽ വീട് ലഭിക്കുവാൻ അർഹതയില്ലാത്ത പലരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ആക്ഷേപമുണ്ട്. കട്ടപ്പന വെള്ളയാങ്കുടിക്ക് സമീപം കാണക്കാലിപ്പടിയിൽ റോഡരികിൽ നിന്ന് പച്ചമുരിക്ക് ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. റോഡരികിൽ അപകടാവസ്ഥയിൽ നിന്ന് മുരിക്കാണ് നിലംപതിച്ചത്. ഇന്ന് രാവിലെ വെള്ളയാങ്കുടി കാണക്കാലിപ്പടിക്ക് സമീപമാണ് സംഭവം. അപകട സാധ്യത ഉയർത്തി റോഡിന് സമീപം നിന്നിരുന്ന മുരിക്ക് ബൈക്കിന്റെ മുൻഭാഗത്ത് പതിക്കുകയായിരുന്നു. പെട്ടെന്ന് ബൈക്ക് നിർത്താൻ ശ്രമിച്ചപ്പോൾ പിന്നിൽ വന്ന കാറിടിച്ചാണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ശുചിത്വ മിഷന്റെ ഭാഗമായുള്ള അവലോകന യോഗം വണ്ടിപ്പെരിയാറിൽ നടന്നു. വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാനിരിക്കുന്ന മാലിന്യവിമുക്ത കേരളത്തിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നത്. വീടുകളിലെ മാലിന്യം സംസ്കരിക്കുന്നതിനും എങ്ങനെ സംസ്കരിക്കാം എന്നതിനെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുന്നതിന് പ്രത്യേക സമിതിയെയും യോഗത്തിൽ രൂപീകരിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SP രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ പ്രവർത്തകൻ ഹരിദാസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽ, കൃഷി ഓഫീസർ നജീബ് ഖാൻ, VEO മനോജ് എന്നിവരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും CDS പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു.
ഉപാസന കലാസാംസ്കാരിക വേദിയുടെ 9ാമത് വാർഷികവും പ്രതിഭാ സംഗമവും 6-ാം തീയതി ചപ്പാത്തിൽ നടക്കും. ഉപാസന പ്രസിഡന്റ് രാജൻ പി ശ്രീലയം അധ്യക്ഷത വഹിക്കും. ES ബിജിമോൾ MLA വാർഷികം ഉദ്ഘാടനം ചെയ്യും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ് KG's Jewelry in association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ് മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. മഴയുടെ കുറവ് വനമേഖലയെയും പ്രതികൂലമായി ബാധിക്കുന്നു. വനത്തിൽ താമസിക്കുന്ന ആദിവാസികളുടെ കാർഷിക പ്രവർത്തനങ്ങൾ മുടങ്ങി. ഗോത്ര സമൂഹം മഴയ്ക്കായി കാത്തിരിക്കുകയാണ്. കർക്കിടകം പകുതി പിന്നിട്ടിട്ടും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ ഇടുക്കിയിലെ വനമേഖലയും ജനവാസ കേന്ദ്രങ്ങളും വരൾച്ചയുടെ പിടിയിൽ നിന്ന് മോചിതമായിട്ടില്ല. മഴയുടെ കുറവ് പെരിയാർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലെ ജീവജാലങ്ങളെയും ബാധിച്ചു. വനത്തിനുള്ളിലെ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ താളം തെറ്റി. കാട്ടുചോലകൾ ഇനിയും ജലസമൃദ്ധമായിട്ടില്ല. വനത്തിനുള്ളിൽ കഴിയുന്ന ഗോത്ര സമൂഹങ്ങളുടെ ജീവിതവും ദുരിതപൂർണമായി. വനാശ്രിത സമൂഹങ്ങളുടെ ആവാസ കേന്ദ്രത്തിലെ കാർഷിക പ്രവർത്തനങ്ങളും മഴയുടെ കുറവ് മൂലം പ്രതിസന്ധിയിലാണ്. ചിന്ന വയസ്സിൽ നല്ല ഇപ്പല മഴയല്ല. 90 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ 11 ആദിവാസി ഗ്രാമങ്ങളാണുള്ളത്. ഇവർക്ക് വനപാലകർ കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും കാർഷിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വെള്ളം ഇവർക്കില്ലാത്തതിനാൽ കൃഷിയിടങ്ങൾ തരിച്ചിടേണ്ട സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ച മഴയുടെ പകുതി പോലും ഇനിയും വനമേഖലയിൽ ലഭിച്ചിട്ടില്ല. മഴമേഘങ്ങൾ മാനത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഗോത്രസമൂഹങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. in association with ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഏലക്ക ലേലവിവരം. ആകെ ലോട്ട് 189. വിൽപ്പനയ്ക്ക് വന്നത് 26,452. വിൽപ്പന നടന്നത് 25,364. കൂടിയ വില 1,486. ശരാശരി വില 1,058. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 460 രൂപ. ഏലം കൂടിയത് 1,150. ശരാശരി 1000. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 122 രൂപ. ഗ്രാമ്പു 600 രൂപ. കൊക്കോ 32 രൂപ. റബ്ബർ 130 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,660 രൂപ. വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കമ്പമെട്ടിൽ തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ ഷെഡ് സ്ഥാപിച്ചത് തമിഴ്നാട് റവന്യൂ മന്ത്രി RP ഉദയകുമാർ സന്ദർശിച്ചു. കേരളവുമായുള്ള നല്ല ബന്ധം നിലനിർത്തുമെന്ന് മന്ത്രി. മലയാള സിനിമയിലെ മുഴുവൻ നടീനടന്മാരുടെയും സ്വത്തുവിവരം അന്വേഷിക്കണമെന്ന് PC ജോർജ് MLA. മലയാള സിനിമയിൽ ആരാണ് വിശുദ്ധരായുള്ളതെന്നും PC ജോർജ്. മൂന്നാർ ആനയിറങ്കലിൽ വീണ്ടും കാട്ടാന ആക്രമണം. റേഷൻ കടയും വാഹനവും കാട്ടാന അടിച്ചു തകർത്തു. ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ കായികമേള ആരംഭിച്ചു. ജില്ലാ മൌണ്ടെയിൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 6-ാം തീയതി ചേറ്റുകുഴിയിൽ.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.